നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് കുടിക്കേ. മോളിത് പിടിക്കേ. രഘുവിന്റെ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഉണ്ടാമി, വീട്ടില്. ഏത് വീട്ടില്? അത് എന്നോട് കള്ളം പറയല്ലേ രഘുവേട്ടാ. എവിടെയുണ്ടെന്ന് സത്യം പറ. മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ തുറന്നിരുന്ന എനിക്കും മോൾക്കും വേണ്ടിയല്ലേ രഘുവേട്ടൻ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഓടുന്നത്? ഞങ്ങള് കാരണമല്ലേ രഘുവേട്ടന് കിടക്കാൻ ഇടയില്ലാണ്ടായത്? അങ്ങനെ ഞാൻ പറഞ്ഞു മാമി. പറയുന്ന എന്തിനാ? എനിക്കറിയില്ലേ, എനിക്ക് മനസ്സിലാവും രഘുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മതിയാമി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഒരാളെങ്കിലും ഓർക്കാനുണ്ടല്ലോ. ശരിക്കും രഘുവേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി കിടന്നുറങ്ങായിരുന്നു. ഈശ്വര, ഞാൻ വിചാരിച്ചു തന്നെ സംഭവിച്ചു. കുഴപ്പമില്ല മാമി, ഇതൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ. ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കാരണം ഇപ്പൊ നിന്റെ ഉറക്കമല്ലേ നഷ്ടമായത്. അതൊന്നും സാരമില്ല. രഘുവേട്ടൻ കാരണം ഞാനും എന്റെ മോളും അടച്ചുറപ്പുള്ള ഒരു കൂരക്കകത്ത് കിടക്കുന്നുണ്ടല്ലോ. രഘുവേട്ടനോ പുറത്ത് വണ്ടിക്കകത്ത്. അത് ഓർക്കുമ്പോഴാ എനിക്ക്. സാരില്ല മാമി, ഞാൻ പെരുവഴിയിലായതുകൊണ്ടല്ലേ നീ എന്നെ വിളിച്ചുണർത്തിയത്. ഇനി കുഴപ്പമില്ല, ഞാനൊന്ന് ചാർജായി. ഇനി അന്നൊരു വീട്ടിൽ പോയി ഫ്രഷായി ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങും. ഇന്ന് ഞാനിങ്ങനെ വിളിച്ചുണർത്തുമെന്ന് കരുതി പെരുവഴിയിൽ കിടന്ന് ഉറങ്ങണ്ട കേട്ടോ. ഏയ് ഇല്ല, ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ എന്നുവെച്ച് വിളിക്കാതിരിക്കല്ലേ. ഞാനിങ്ങനെ എപ്പോഴും വിളിക്കുന്നത് ശരിയാണോ രഘുവേട്ട? രഘുവേട്ടന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? രഘുവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാ മതി. ശരി, ഞാനെപ്പോ വിളിച്ചാലും കോൾ എടുത്താൽ മതി. അത് പിന്നെ എടുക്കാതിരിക്കൂ? ഞങ്ങളുടെ രക്ഷകനല്ലേ.